കർത്താവെ പാപപരിഹാരത്തിനായി ഒരു ആട്ടുകുട്ടിയായിട്ട് നൽകി തന്നു. കർത്താവെ അതിലുപരി ഞങ്ങൾക്ക് അതെ ഒരു മഹാപുരോഹിതനായി ഞങ്ങളുടെ ബലഹീനതയ്ക്കും ഞങ്ങളെ വഹിക്കത്തക്കവണ്ണം, ഞങ്ങളെ വഹിച്ച് ദൈവസന്നിധിയിൽ നിൽക്കത്തക്കവണ്ണം മധ്യസ്ഥനായി ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് സ്തോത്രം. അതെ, മരിച്ചു എന്നുള്ളതും ഉയർത്തെന്നുള്ളതുമുള്ള സാക്ഷ്യം കർത്താവെ അത് പുത്രൻ തന്നെ ആ സാക്ഷ്യമായി വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. സ്തോത്രം. ആത്മാവും അതിന് സാക്ഷ്യമുള്ളത് കൊണ്ട് സ്തോത്രം. കർത്താവെ ഞങ്ങൾക്ക് ഈ കർത്തൃപകൽക്കാലം ഇങ്ങനെ ഒരുമിച്ച് സഭയായി ഈ ക്രിസ്തുവിനെ ഓർക്കുവാനും അവന്റെ ഓർമ്മ പുതുക്കുവാനും അവന്റെ മരണത്തെ പ്രസ്താവിപ്പാനും തന്ന ഈ അവസരത്തിനായി സ്തോത്രം. തുടർന്ന് ഞങ്ങൾ വചനം ചിന്തിക്കട്ടെ. കർത്താവെ നിന്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ദൃഷ്ടിയും ഞങ്ങളുടെ ഹൃദയവും ഒരുപോലെ ആ വചനത്തെ ആസ്വദിക്കത്തക്കവണ്ണം കർത്താവ് സഹായിക്കണം. വചനം സംസാരിപ്പാൻ കർത്തൃദാസനെ ബലപ്പെടുത്തണം. കർത്താവെ പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് നിന്റെ വചനത്തെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവാത്മാവിന്റെ സഹായവും നൽകണം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ് ബ്രദർ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യാഗങ്ങളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ലേവ്യ യാഗങ്ങളെ പറ്റി. അതിന് 7 ക്ലാസ്സുകൾ ഇപ്പോൾ കഴിഞ്ഞു. अभी 7 क्लास उसका हो चुका है. 8ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 8वां क्लास में आप प्रवेश कर रहे हैं. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമാധാന യാഗത്തെ പറ്റി പഠിക്കുകയും ചെയ്തു. और गए क्लास में हम लोग बेल बलि का क्लास में भी हम लोग प्रवेश किए, उसमें थोड़ा क्लास हुआ. അതിന്റെ പ്രമാണം ഇന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കും. और आज प्रभु का दया से बेल बलि के व्यवस्था के बारे में आज हम पढ़ेंगे. എനിക്കൊന്ന് സഹോദരന്മാരെല്ലാം അത് അധ്യായം വായിച്ചിട്ടായിരിക്കും ഇന്ന് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. और मैं विश्वास करता हूँ कि सब लोग वो व्यवस्था के बारे में पढ़कर आए होंगे. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ആമേൻ. ഓവർ ടു യു. കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर का अति पवित्र नाम का महिमा हो. എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെ സ്നേഹവന്ദനം. सभी प्रिय पवित्र भाई बहनों को मेरा प्रेम का वंदन. നമ്മുടെ കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കി തരുന്ന യാഗങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധ കടന്നു പോവുകയാണ്. हमें प्रभु का महत्व बताने वाला, महिमा बताने वाला जो बलिया है उसमें से हम देख रहे हैं. നമ്മൾ ഓർത്തതുപോലെ മൂന്നാമത്തെ യാഗം സൗരഭ്യവാസന എന്ന് പറയുന്നതിൽ മൂന്നാമത്തെ യാഗമാണ് സമാധാന യാഗം. हम देखते हैं कि जो सुगंध देने वाला, सुगंध फैलाने वाला बलियों में से जो तीसरा और आखिरी बलि जिसमें सुगंध आता है वो है बेल बलि में. ഈ സമാധാനം സ്ഥാപിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ആ യാഗം യാഗപീഠത്തെങ്കിൽ ആ യാഗവസ്തുവിന്റെ അകത്തുള്ള കൊഴുപ്പ് മുഴുവൻ അർപ്പിക്കുമ്പോൾ പുരോഹിതന്മാർക്കും അർപ്പിച്ചവർക്കും ഭക്ഷിപ്പാൻ കൊടുക്കുകയാണ്. हम देखते हैं कि बेल बलि का जो पूर्ण रीति से बेल मिला है, बेल मिला व्यक्ति को उसका सबूत के रीति से जब वो बेल बलिदान का खासियत वो रहता है कि वो बलिदान में वो चर्बी के साथ साथ सभी भागों को जब उसको अर्पण करते समय में जो अर्पण करने वाला व्यक्ति है वो भी और जो याजक है ये दोनों को उस बलि का भाग वो लोग खा सकते हैं करके अब देखा है. ആദ്യത്തെ 2 യാഗങ്ങൾ കർത്താവിന്റെ സമർപ്പണവും ജീവിതവും കണ്ടു. അതുമൂലം നമുക്ക് സമാധാനം ലഭിച്ചു. Amen. हमने पहला 2 बलियों में जो होम बलि और अन्न बलि हम लोग देखते समय में एक था परमेश्वर का समर्पण और दूसरा है प्रभु यीशु मसीह का जीवन. ये दोनों बलियों के वजह से हमें परमेश्वर के साथ मेल मिला है. സമാധാന യാഗം 5 യാഗങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നു. हम देखते हैं कि बेल बलि जो है पीस ऑफरिंग, जो शांति का बलि, बेल बलि 5 बलियों का सबसे बीच में है. സമാധാന യാഗത്തിൽ നമ്മൾ കണ്ടു യാഗവസ്തുവിന്റെ അകത്തുള്ള കൊഴുപ്പുകൾ, the richest part is that is offered on the altar. और अब देखते हैं कि बेल बलि का खासियत में जब वो बलियां चढ़ाते समय में उस बलि का, उस पशु का जो सबसे हट्टा खट्टा जो भाग है, यानी कि जो और जिसमें चर्बी के साथ का वो भाग के साथ उसको अर्पण किया जाता है वेदी में. ഓ ഏറ്റവും വലിയ കൽപ്പന നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. क्योंकि इस दुनिया का सबसे बड़ा आज्ञा जो प्रभु ने व्यवस्था में जो दिया गया था कि तू परमेश्वर को पूर्ण हृदय से, पूर्ण मन से और पूर्ण आत्मा से प्रेम करना. അത് ആന്തരികമാണ്. ये अंदरूनी बात है. നോക്കുക, അകത്തുള്ള കൊഴുപ്പ് ആ മൃഗത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയാണ്. അത് ആരോഗ്യമുള്ളതായി തീരുന്നത് പോലെ കർത്താവിന്റെ ആന്തരിക മഹത്വം ഈ സമാധാന യാഗത്തിൽ നമ്മൾ കാണുകയാണ്.
हम देखते हैं कि पशु का तंदुरुस्ती किस आधार पर है, हटा कटा कैसा मालूम पड़ता है, उसका अंदरूनी भाग में पालन पोषण सही रीति से हो। अगर उसका अंदरूनी भाग अट्ठा कट्टा है, अच्छे रीति से तगड़ा और मोटा है, तो वो बाहर का सुंदरता उसमें दिखता है। उसी तरह मसीह का अंदरूनी भाग से हमें उन्होंने वो अंदर भाग से उद्धार का अवस्था हमें बाहर प्रस्तुत किया है। ഇനിയും നമ്മൾ അതിന്റെ പ്രമാണത്തിലേക്ക് കയറുകയാണ്. अभी हम उसका व्यवस्था में प्रवेश करेंगे। നമുക്ക് 7-ാം അധ്യായത്തിന്റെ 11 തൊട്ടാണ് അതിന്റെ പ്രമാണങ്ങളെ പഠിപ്പിക്കുന്നത്. अब देखते हैं कि उसका 7वां अध्याय का 17 वर्स 11 onwards. सॉरी 11 से 7 का 11 से जब पढ़ते हैं समय में हम वहां पर मेल बलि का व्यवस्था को हम देखते हैं। നമുക്ക് ആ ഭാഗത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. आओ हम लोग उस भाग में पढ़ते हैं। നമുക്ക് അതിന്റെ 11-ാം വാക്യത്തിൽ യഹോവയ്ക്ക് അർപ്പിക്കുന്ന സമാധാന യാഗത്തിന്റെ പ്രമാണമാവിത്. हाँ, उसका 11वां वाक्य में पढ़ते हैं समय में, और मेल बलि की जिसकी कोई यहोवा के लिए चढ़ाया व्यवस्था है ये। നമ്മൾ കണ്ടു യാഗത്തെ കുറിച്ച് ജനത്തോട് പറയുമ്പോൾ പ്രമാണങ്ങൾ പുരോഹിതന്മാരോട് പറയുകയാണ്. आप देखते हैं कि बलियों के विषय में जब वो करते समय में बलियों को लोगों को कहा जाता था, लेकिन उसका व्यवस्था दिया जाता था वो याजकों को दिया जाता था। നമുക്ക് ഇവിടെ അതിന്റെ പ്രമാണം കൽപ്പിക്കുകയാണ്, അതനുസരിച്ച് വേണം യാഗം അർപ്പിക്കാൻ. तो यहाँ पर व्यवस्था जो है कहा गया है, और वो व्यवस्था जैसा लिखा है वैसा उसके अनुसार उसको करना है। നമുക്ക് അതിന്റെ 12-13 വാക്യം ഒന്ന് വായിക്കാം. उसका 12 और 13 हम पढ़े। അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നെങ്കിൽ അവൻ സ്തോത്രയാഗത്തോടുകൂടെ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എണ്ണ ചേർത്ത കുതിർത്ത ദോശകളും കുതിർത്ത നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ ദോശകളും അർപ്പിക്കണം. സ്തോത്രമായുള്ള സമാധാനയാഗത്തോടു കൂടെ പുളിച്ച മാവ് കൊണ്ടുള്ള ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണം. या उसका 12 और 13 में हम पढ़े। यस, कंटिन्यू। या कोई हिंदी में पढ़ेंगे रूबेन ब्रदर? या ओके। उसका 7 का 12-13। यदि वह उसे धन्यवाद के लिए चढ़ाए तो धन्यवाद बलि के साथ तेल से सने हुए अखमीरी फुलके और तेल से छुपड़ी हुई अखमीरी फुलके और तेल से छुपड़ी हुई अखमीरी रोटियां और तेल से सने हुए मैदे के फुलके तेल तर चढ़ाए, और वह अपने धन्यवाद वाले मेल बलि के साथ अखमीरी रोटियां और तेल से सने हुए मैदे के फुलके तेल से तर चढ़ाए. ദൈവം തുടങ്ങുന്നത് അതിന്റെ 12-ാം വാക്യം നോക്കിയാട്ടെ. 12-ാമത്തെ വാക്യം, उसका 12वां वाक्य का शुरुआत देखो कैसा लिखा है। If he offer it as a thanksgiving സ്തോത്രമായി അർപ്പിക്കുന്നെങ്കിൽ, यदि वह उसे धन्यवाद के लिए चढ़ाए। നോക്കുക, നമ്മളൊക്കെ ദൈവം എന്തെങ്കിലും ഉപകാരങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് സ്തോത്രം, ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയും. हम लोग प्रभु को धन्यवाद कब देते हैं? जब प्रभु ने हमारे लिए कोई उपकार किया हो, कोई भला बात किया हो, वो भला बात का खुशी और आनंद जब हमारे हृदय में भर जाता है, वो भर के हम लोग प्रभु को बोलते हैं प्रभु धन्यवाद। എന്നാൽ ഒരു യഹൂദനെ സംബന്ധിച്ച് ഒരു വെർബൽ പ്രൊഫഷൻ, അതായത് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, ആ നന്ദി പ്രകടമാക്കുന്ന ചില യാഗങ്ങൾ അർപ്പിക്കണം. लेकिन यहूदियों के विषय में देखा जाए तो खास रूप में पुराना नियम में यहूदी लोग वो लोग सिर्फ मुंह से बोल दिया हो यहोवा धन्यवाद काफी नहीं था, बल्कि उसके धन्यवाद के लिए एक धन्यवाद बलि भी चढ़ाना, उसको साथ में क्रिया भी करना पड़ता था। യെസ്, ഇത് വലിയൊരു സത്യം പഠിപ്പിക്കുന്നുണ്ട്. ये एक बहुत बड़ा सत्य को दिखाता है। നോക്കുക, നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യം ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിലൂടെ അത് വെളിപ്പെടും. अगर ये हमें क्या दिखाते हैं, अगर हमारे जीवन में सच्चाई अगर प्रस्तुत है तो वो हमारे बाहरी जीवन में प्रकट होगा। സ്നേഹിക്കാൻ കടമ്പെട്ടവരാണ്, സ്നേഹം നമ്മളിലുണ്ട്. हम लोग प्रेम करने के लिए कर्जदार है और प्रेम हमारे अंदर भी है। എന്നാൽ 1 യോഹന്നാൻ 3:18 लेकिन पहला यूहन्ना 3:18 में जब हम पढ़ते हैं, 1 യോഹന്നാൻ 3:18 ഇങ്ങനെയാണ് വായിക്കുന്നത്. पहला यूहन्ना 3:18 में पढ़ते हैं, 1 John 3:18। നാം വാക്കിനും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കണം. കൊണ്ട് പറഞ്ഞാൽ പോരാ, പ്രവൃത്തി കൊണ്ട് നമ്മൾ കാണിക്കണം. पढ़ेंगे, हे बालकों, हम वचन और जीव ही से नहीं, तो सिर्फ वचन और जीव ही से नहीं,
पर काम और सत्य के द्वारा भी प्रेम करें। हाँ, यानी काम और सत्य से वो बाहर प्रकट कर रहा है। നോക്കുക, ലവ് എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത് ഒരു വെർബാണ്, ക്രിയയാണ്. तो अभी प्रेम प्रेम करके बोलेगा तो समय में वो व्याकरण में देखा जाए तो एक क्रिया आता है, क्रिया है वो। ദൈവം നമ്മളെ സ്നേഹിച്ചു, परमेश्वर ने हमसे प्रेम किया, ആ സ്നേഹം ക്രൂശിൽ പ്രവൃത്തിയിലൂടെ കാണിച്ചു. उस प्रेम को परमेश्वर ने अपने पुत्र को बेचकर पुत्र ने क्रिया के द्वारा काम करके हमसे प्रेम किया है बताया। ഭർത്താക്കന്മാരോട് ഭാര്യമാരെ സ്നേഹിക്കാൻ പറഞ്ഞു. हम देखते हैं वचन में पढ़ते हैं पतियों अपना पत्नियों से प्रेम करना। നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, പ്രവൃത്തി കൊണ്ട് കാണിക്കണം. वो सिर्फ बोल के फायदा नहीं है, वो अपना काम करके दिखाना है, സ്നേഹം പ്രവൃത്തിയാണ്. क्योंकि काम हमेशा क्रिया है। കരുണയുള്ള പ്രവൃത്തികളാണ് സ്നേഹം. करुणा का जो बाहरी रूप जो प्रकट करने वाला एक भाग है प्रेम। നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കുമ്പോൾ സ്നേഹത്തിന്റെ പ്രകടനം നമ്മുടെ പ്രവൃത്തിയിലൂടെ അവർക്ക് മനസ്സിലാകണം. हाँ, जब हम पत्नियों से प्रेम करते समय में पत्नियों को मालूम होना चाहिए कि मेरा पति मुझसे प्रेम करता है, वो बाहर प्रकट करके दिखाना चाहिए। ഇസ്രായേൽ മക്കള് അവരുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുമ്പോൾ ദൈവം ഒരു കാണുവാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു യാഗം കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും. इसीलिए पुराने नियम में देखते हैं कि इस्राएल को अगर यहोवा के विषय में अगर धन्यवाद का रूप को अगर प्रस्तुत कर रहा हो, प्रकट कर रहा होता तो वो लोग धन्यवाद का बलि चढ़ाता था। പ്രൊഫഷൻ പോരാ, we should be sincere in our work. हाँ, मतलब सिर्फ होठों से बोलकर फायदा लिए, वो हम अपने क्रिया से करके बताना है। അതുകൊണ്ടാണ് സ്തോത്രയാഗം, ഈ സമാധാന യാഗത്തിൽ ആദ്യം പറയുന്നത് സ്തോത്രമായി അർപ്പിക്കുന്നെങ്കിൽ, നന്ദിയോടുകൂടെ നിങ്ങൾ അർപ്പിക്കുകയാണെങ്കിൽ, അത് പ്രകടമാക്കാനാണെങ്കിൽ ഇതാണ് പ്രമാണം. इसके लिए अगर इसका इसलिए मेल बलि में, यानी कि इस मेल बलि में जो व्यवस्था दिया देते समय में सबसे पहला बात वो था कि धन्यवाद से अगर चढ़ाना है तो इस मेल बलि में धन्यवाद बलि चढ़ाना है। നോക്കുക, ഇതിനകത്ത് ദൈവം പ്രകടമാക്കിയ ഒരു വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. और इसमें एक बहुत बड़ा सत्य है जो परमेश्वर प्रकट करके दिखाता है। 12-13 വാക്യങ്ങൾ നമുക്ക് ചേർത്ത് നോക്കാം, എന്താ ചെയ്യേണ്ടത്. 12 और 13 जब आप साथ में पढ़ते समय में प्रभु क्या करने को कहा है करके हम देखते हैं। അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നെങ്കിൽ അവൻ സ്തോത്രയാഗത്തോട് കൂടെ എണ്ണ, നമ്മൾ കണ്ടു യാഗവസ്തുക്കളെ കുറിച്ച് കണ്ടു, ആണോ പെണ്ണോ ആയിട്ട് അർപ്പിക്കാം. എന്നാൽ അതോടുകൂടെ ദൈവം മറ്റൊരു കാര്യം പറഞ്ഞു, അതിനകത്ത് പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എണ്ണ ചേർത്ത കുതിർത്ത നേരിയമാവുകൊണ്ടുണ്ടാക്കിയ ദോശകളും അർപ്പിക്കണം. हाँ, तो हम एक बात हमने देखा उसका तीसरा अध्याय में कि जब वो बलिया पशुओं को लेते समय में खासियत क्या है, वो नर या नादा कोई भी हो सकता है, वो बलियों में हो सकता है, बैल या गाय हम ले सकते हैं, लेकिन उसी के साथ बलि चढ़ाते समय में यदि धन्यवाद का बलि की रीति में चढ़ाता हो तो सबसे पहला हम देखा हमें उसको तेल के साथ जो अकबीरी फुलके है, फिर तेल के साथ चुपड़िया जो अकबीरी फुलके है, और तेल के साथ टुकड़ी हुई अकबीरी रोटियां को भी साथ मिलाकर उसको चढ़ाना है। അത് ഇത് നമ്മൾ നേരത്തെ ധ്യാനിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഓരോ വാക്കിൽ അല്ലെങ്കിൽ സെന്റൻസിൽ പറഞ്ഞത് നിർത്താം. हाँ, ये सब बातें हमने पहले भी हमने देखा था, इसलिए एक एक शब्द बोलकर मैं वो विषय को मैं बोलता हूँ। 2ാം അധ്യായത്തിൽ ഭോജനയാഗത്തിൽ നമ്മൾ ഇത് പഠിച്ചതാണ്. दूसरा अध्याय में जब अन्न बलि के विषय में जब हमने पढ़ा था तब हमने ये देखा था। നോക്കുക, അവിടെ വായിക്കുന്നത് അൺലിവൻ കേക്സ് എന്നാണ്. तो वहां पर हम जब पढ़ते समय में उसका दूसरा अध्याय में जो अखमीरी फुलके करके आप देखते हैं, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 7ാം അധ്യായത്തിന്റെ 12ാം വാക്യത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അൺലിവൻ കേക്സ് അല്ലെങ്കിൽ പിയേഴ്സ്ഡ് കേക്ക് എന്നാണ്, കുത്തിക്കിഴിച്ച കേക്ക് എന്നാണ്, ചുട്ടെടുത്ത. അത് മലയാളത്തിൽ ദോശയെന്നും നിങ്ങളുടെ ഹിന്ദിയിൽ ഫുൽക്കെ എന്നാണ്. പക്ഷെ അതിന്റെ ശരിയായിട്ടുള്ള ആശയം ചുട്ടെടുത്ത കിഴിച്ച കേക്ക് എന്നാണ്. हाँ, तो जब वो फुलके करके बोलते समय हमें समझना है, हमने अन्न बलि में उसके विषय में देखा था, वो हाथों से उसको दबाकर वो जब वो बनाते समय में उसको तंदूर में भी उसको डालकर उसको पकाना है, वो उस रीति से पकाकर लाया हुआ फुलके होना चाहिए. നമുക്ക് വേണ്ടി മുറിവേറ്റ, നമുക്ക് വേണ്ടി കുത്തി കിഴിക്കപ്പെട്ട ഒരു അപ്പമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. हमारे प्रभु यीशु मसीह एक ऐसा फुलका है जो हमारे लिए घाव लिया गया, हमारे लिए वो तलवार उसको अंदर घुसाया था उसके भागों में, वो हमारे लिए सहरा हुआ वेदना से घाव सहा है वो.
രണ്ടാമത് എടുത്ത് പറഞ്ഞത് മലയാളത്തിൽ വായിച്ചാല് പുളിപ്പില്ലാത്ത വടകൾ. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ വാഫേസ് എന്നാണ്. വാഫേസ്. और फिर हम देखते हैं कि दूसरा हम देखते हैं कि अखमीरी रोटियां करके बोला है उसमें. Yes, ഇംഗ്ലീഷിൽ നമ്മൾ നോക്കിയാൽ അൺലിവൻ വാഫേസ് എന്ന് തന്നെയാണ്. Yes. നമ്മൾ കണ്ടു വാഫേസ് എന്ന് പറഞ്ഞാൽ വളരെ ഘനമില്ലാത്ത ഒരു അപ്പമാണ്, ഒരു ബിസ്ക്കറ്റാണ്. हमने अन्य बलि में हमने देखा ये वेफर जो बोलते समय में ये जो रोटियां करके बोला है ये हल्का एक नाजुक बिस्किट के समान होता है जो फटाक से टूट जाता है, हल्का रहता है, वो पतला रहता है. നമുക്ക് വേണ്ടി തന്നെത്താൻ എംപ്റ്റി ആയ, നമുക്ക് വേണ്ടി തന്നെത്താൻ ഒഴിച്ച നമ്മുടെ കർത്താവിനെ വരച്ചു കാണിക്കുക. यानी कि अपने आप को बहा दिया, अपने आप को नम्र किया, अपने आप को शून्य करके उतना अपने आप को दीन किया हुआ यीशु का चित्र को हम इसमें देखते हैं. അവിടെ എല്ലാം നമ്മൾ കണ്ടു അൺലിവൻഡ് പുളിപ്പില്ലാത്ത യാതൊരു പാപമേശാത്ത നമ്മുടെ കർത്താവ്. हाँ, ये सब जगह पर हम देखते हैं. देखो अखमीरी करके बोला है, यानी कि पाप रहे जिसमें कुछ भी पाप नहीं था. മൂന്നാമത് എടുത്ത് പറഞ്ഞു എണ്ണ ചേർത്ത കുതിർത്ത നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ ദോഷങ്ങളുമായിരിക്കണം. എണ്ണ പുരട്ടിയ എണ്ണ ചേർത്ത എന്ന് പറയുമ്പോൾ അൺലിവൻഡ് ഇൻ ഓയിൽ, അതും നമ്മുടെ കർത്താവിന്റെ എർത്തലി ലൈഫിനെ കാണിക്കുന്നതാണ്. और फिर तीसरा बात हम देखते हैं कि तेल से सना हुआ मैदे में फुलके तले, यानी कि ये भी प्रभु यीशु मसीह का पवित्र आत्मा से भरा हुआ जीवन जिसमें कोई भी अखमीरी नहीं, पाप का कोई भी गुण नहीं. നോക്കുക, സ്തോത്രമായി അർപ്പിക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന് അർപ്പിക്കുന്നത് ആദ്യം ഈ കർത്താവിനെ വരച്ചു കാണിക്കുന്ന, അവനെ വരച്ചു കാണിക്കുന്നതാണ് മുഴുവൻ. जो कोई भी धन्यवाद के रूप में आते समय में, धन्यवाद बलि चढ़ाने के लिए आते समय में, ये वेल बलि में धन्यवाद बलि का सबसे पहला चित्र प्रभु यीशु मसीह को ही दिखाया है. നമുക്ക് എബ്രായലേഖനം 12-ാം അധ്യായത്തിലേക്ക് 13-ാം അധ്യായത്തിലേക്ക് കണ്ണോടിക്കാം. हम लोग इब्रानियों का पुस्तक 13 अध्याय में जब अगर पढ़ेंगे तो നോക്കുക നമ്മൾ എങ്ങനെയാണ് സ്തോത്രം അർപ്പിക്കേണ്ടത്. हम लोग किस रीति से धन्यवाद चढ़ाना है. 13-15 നോക്കിയാട്ടെ. ഹീബ്രൂസ് 13:15. 13 का 15 में पढ़ते हैं. हिब्रू 13 का 15. അതുകൊണ്ട് അവൻ മുഖാന്തരം all these unleavened cakes and wafers and unleavened bread shows our blessed Lord. ആദ്യം സ്തോത്രയാഗത്തിൽ അതാണ് അർപ്പിക്കുന്നത്. ഇവിടെ കണ്ടോ, അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണം. इसके लिए हम देखते हैं कि उसके द्वारा, इसके लिए हम उसके द्वारा हम देखते हैं कि जो स्तुति रूपित बलिदान है, स्तुति रूपित बलिदान मतलब वो अन्न बलि है जो हम लोग धन्यवाद देकर जो चढ़ाता है, धन्यवाद का ये बलि. इस बलि में वो द्वारा क्या क्या द्वारा लाया था, जो भी अखमीरी की बातें को, जो रोटियां थी, जो भी फुलके थे, वो सब बातें जो प्रभु यीशु मसीह को दर्शाता है, मैदे से तेल और मैदे से मिला हुआ फुलके, ये सब प्रभु यीशु मसीह का जो अनुभव है, बातें है, वो सबको हमें क्या करना है, हमें अपने स्तुति रूपित बलिदान से फोटो से हमें चढ़ाना है. ദൈവത്തിന് അതല്ലാതെ സ്വീകരിക്കാൻ സാധ്യമല്ല. क्योंकि परमेश्वर को इसके अलावा और कोई रास्ता नहीं है स्वीकारने के लिए. By him therefore let us offer the sacrifice of praise. അങ്ങനെ इसीलिए हम उसके द्वारा वो प्रभु यीशु मसीह के द्वारा ही हमें ये स्तुति रूपित बलिदान को चढ़ाना है, तो ही परमेश्वर उसे स्वीकारेगा. നമ്മൾ ഈ പഴയ നിയമത്തിലും കണ്ടു, നിങ്ങൾ സ്തോത്രയാഗമാണ് അർപ്പിക്കുന്നതെങ്കിൽ ആദ്യം അർപ്പിക്കേണ്ടത് എന്റെ പുത്രനെ വരച്ചു കാണിക്കുന്ന unleavened cakes, unleavened, ഈ അപ്പങ്ങൾ മുഴുവൻ കർത്താവിനെ വരച്ചു കാണിക്കുകയാണ്. तो हमने लेवी के पुस्तक में भी 7 का 12 में हम देखा, यदि कोई धन्यवाद के लिए चढ़ाए तो वो धन्यवाद का बलि कैसा होना चाहिए, तेल के साथ अखमीरी फुलके, अखमीरी उसमें हम देखते हैं कि रोटियां, और फिर ये तेल में जो है मैदे से फुलका हुआ ये जो भी रोटियां, ये सब बातें हैं प्रभु यीशु मसीह को दिखाता है. നോക്കുക, അതെന്ത് ചെയ്യണമെന്ന് 14-ാം വാക്യത്തിലുണ്ട്. और ये कैसा करना है करके उसका वाक्य 14 में पढ़ते हैं. 14-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? 14 वाक्य में आप कैसा पढ़ते हैं? हिब्रू से ले अल्ला लेविटिकस चैप्टर 7:14 या लेवी का पुस्तक 7:14. और ऐसे पढ़ो. oblation for a heave offering. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. It should be a heave offering. पढ़ेंगे. और ऐसे एक एक चढ़ावे में से वह एक एक रोटी यहोवा को उठाने के बेट करके चढ़ाए. हाँ, वो उठाने के बेट करके चढ़ाए, उठाने के बेट. യെസ്, ഹിന്ദി ഭാഷാന്തരം കൃത്യമാണ്. ഉഠാനേക്ക്
ഹീവ് ഓഫറിംഗ് എന്ന ഇംഗ്ലീഷിൽ, Yes. മലയാളത്തിൽ നീരാജനാർപ്പണം എന്ന് പറഞ്ഞാൽ ഈ അൺലിവൻ കേക്ക്സ് എടുത്തിട്ട് ദൈവത്തെ വിളിച്ചിട്ട് ഇങ്ങനെ പൊക്കി കാണിക്കുക. Amen, amen. तो हिब्री भाषांतर में वो अर्थ करेक्ट आया है, मतलब उठाने का वेट, मतलब क्या है, ये सारा रोटियां, ये सारा फूल के हाथों से उठाकर यहोवा की ओर उसको अर्पण करके वो धन्यवाद देकर उठाकर चढ़ाना है, मतलब हाथ को ऊंचा उठाकर करना है, इसलिए उठाने के वेट करके बोला है. നോക്കുക, ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് ഹീവ് ചെയ്യുക, ഹീവ് ഓഫറിംഗ്, ഉഠാനേക്ക, അതായത് കിളത്തി കാണിക്കുക, ലിഫ്റ്റ് ചെയ്യുക. അതിന് മലയാളത്തിൽ നീരാജനം ചെയ്യുക എന്നാ പറയുന്നത്. हाँ, तो अंग्रेजी में जो हीव ऑफरिंग करके जो शब्द जो इस्तेमाल किया है, वो हिंदी में सही अर्थ में वो लिखा गया है कि उठाकर, मतलब अपना दोनों हाथों को हम लोग सीधा ऊपर उठाकर चढ़ाना है. ഒരു വിധത്തിൽ ദൈവത്തെ വിളിക്കുകയാണ്, കാണാൻ ഇതാ നിന്റെ പുത്രൻ, ഇതാ അവനെ മഹുന്റെ മഹത്വം ഉയർത്തി കാണിക്കുക. मतलब एक अर्थ से देखा जाए तो हम लोग सब लोग हाथ उठाकर प्रभु यीशु मसीह को दिखा रहा है, पवित्र परमेश्वर को, हे देखो अब्बा पिता, देखो कि हमने आपका पुत्र को चढ़ाया है, पुत्र को देखो बोलकर सब लोग हम चढ़ा रहे हैं. ഓ, അവൻ പ്രമോദിച്ച അവന്റെ പുത്രന്റെ ജീവിതം ഞങ്ങളും പ്രമോദിക്കുന്നു, ഒന്നിച്ച് നമ്മള് അവനിൽ പ്രമോദം കണ്ടെത്തി എന്നുള്ളത് ഉയർത്തി കാണിക്കുക. इसलिए हे परमेश्वर, आपने जो सबसे ज्यादा आनंद रखा, आपने जिस बात पर खुशी रखा, आपको जो सबसे खुशी मिलने वाला जो बात था, वो उस बात पर है, ये इस बात पर है करके बोलकर, जिसमें आप आनंदित हुए हैं, यही वो बलि है करके ये लोग बोलकर अब उठा रहे हैं. എന്നാൽ അതിനെക്കാട്ട് വലിയൊരു അർത്ഥം കാണിച്ചു തരാം. लेकिन उससे भी बड़ा अर्थ को अब मैं दिखाना चाहता हूँ. നോക്കുക, ഈ 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നോക്കിയാട്ടെ. ഈ പുളിപ്പില്ലാത്ത അപ്പങ്ങളൊക്കെ ഉയർത്തി കാണിക്കുമ്പോൾ ദൈവം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. 7:13 जब आप पढ़ते समय में, जब हम लोग ये धन्यवाद का ये उठाते समय में, ये रोटियों को आखिरी रोटी को उठाते समय में, वहां पर प्रभु एक तत्व बताया है. നോക്കുക, ഇംഗ്ലീഷ് ബിസൈഡ് കേക്ക്സ്, ഈ അർപ്പിച്ചതിന്റെ കൂടെ he shall offer his offering leavened bread with sacrifice. നോക്കുക, ഈ അർപ്പിച്ച പുളിപ്പില്ലാത്ത അപ്പങ്ങൾ ഉയർത്തി കാണിച്ചപ്പോൾ beside those cakes you have to offer a leavened bread. पढ़ेंगे 13 वाक्य पढ़ेंगे. और वह अपने धन्यवाद वाले मेल बलि के साथ अखमीरी रोटियां और तेल से सने हुए मैदे के फुलके तेल से तर चढ़ाए. हाँ, तो वो जो अखमीरी रोटी के साथ साथ उसको क्या करना है, तेल से सने हुए मैदे के फुलकों को भी चढ़ाना है. എന്താണ് ഇതിന്റെ അർത്ഥം? इसका अर्थ क्या दिखाता है? നമ്മൾ പഠിച്ചതല്ലേ? हमने सीखा था ना. നോക്കുക, നമ്മള് ആ വസ്തുത പഠിച്ചതാണ്. ഞാൻ ഓർപ്പിച്ചോ, നിങ്ങൾ ലേവ്യ പുസ്തകം 23-ാം അധ്യായം എടുത്താട്ടെ. हम लोग लेवी का पुस्तक 23वां अध्याय में जब आते समय में പെന്തിക്കോസ് പെരുന്നാൾ हम जाते हैं पेंतेकोस्त का जो उत्सव है. പെന്തിക്കോസ് പെരുന്നാളിൽ നമ്മളത് പഠിച്ചില്ലേ, ഞാനൊന്ന് അല്പം വിശദീകരിച്ചോട്ടെ. പെന്തിക്കോസ് പെരുന്നാളിൽ 2 അപ്പം ദൈവസന്നിധിയിൽ ഇങ്ങനെ അർപ്പിക്കണം, 2 ബ്രെഡ്. हम लोग जाते हैं पेंतेकोस्त के दिन का जो पर्व होता है, उस पर्व में मैं थोड़ा विशेष करके बताना चाहता हूँ, उस समय में 2 रोटियों को लेकर आना पड़ता है. It is from Leviticus 23 verse 15 onwards. 15-ാമത്തെ വാക്യം തുടങ്ങിയാണ്. उसका 15वां वाक्य से वो शुरू होता है वाक्य को, 23 का 15. അതിന്റെ 17-ാം വാക്യം നോക്കിയാട്ടെ. 17वां वाक्य में You shall bring out of your habitation 2 wave loaves of 2 tenth deal shall be fine flour, they shall be baked with leaven, they are the first fruit into the Lord. നോക്കുക, ഇതുവരെ പുളിച്ച അപ്പം കാണരുത്, പുളിച്ചത് തിന്നരുത് എന്ന് പറഞ്ഞ ദൈവം എന്തിനാ ഇവിടെ പെന്തിക്കോസ് പെരുന്നാളിൽ 2 അപ്പം പുളിപ്പിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത്? पढ़ेंगे 23 का 17. तुम अपने घरों में से एफा के 2 दसवें अंश मैदे की 2 रोटियां हिलाने के बेट के लिए ले आना, वे खमीर के साथ पकाई जाए और यहोवा के लिए पहली उपज ठहरे. अब देखो, थोड़ी देर पहले हमने जब लेवी का पुस्तक में हमने पढ़ा 7वां अध्याय में, अखमीरी रोटी लाना है, अखमीरी के साथ लाना है करके जो यहोवा ने बोला. ये इस पर्व में क्यों, पेंतेकोस्त के इस पर्व में क्यों है, उसको खमीर के साथ लाने के लिए कहा गया है. നിങ്ങള് ഈ ലേവ്യ പുസ്തകത്തിലെ 23-ാം അധ്യായം പഠിക്കുമ്പോൾ ഈ പെന്തിക്കോസ് പെരുന്നാളിന് സ്വല്പം മുമ്പ് അതിന്റെ അതായത് പെസഹ കഴിഞ്ഞാൽ അടുത്ത ഉത്സവം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാ. അവര് പുളിപ്പ് തിന്നാൻ പാടില്ല. आप देखते हैं कि ये अगर हम लोग लेवी का पुस्तक में पढ़ते हैं समय में, ये जो पर्व मनाने से पहले उसमें से
सॉरी ആറാം വാക്യം या उसका छठवां वाक्य में पढ़ते हैं। पहला वहां पर अखमीरी रोटी का पर्व बनाना पड़ता है, ये खमीर के पहले, और उसके पहला फिसोन का पर्व है। जैसा फिसोन का पर्व हो जाता है उसके बाद रोटी अखमीरी रोटी का पर्व बनाया जाता है। ये अखमीरी रोटी का पर्व का खासियत क्या है? ये पर्व में कोई भी खमीर मिला नहीं सकता। ആരെങ്കിലും പുളിച്ചു തിന്ന അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. जो कोई भी खमीर से भरा हुआ बातें खाएगा, खमीर का वो भाग रोटी लिया तो उसको समाज से बाहर निकाला जाता था। അത്ര സീരിയസ് ആയ ദൈവം, इतना कठोर, इतना स्ट्रिक्ट करने वाला प्रभु എന്തിനാണ് പെന്തിക്കോസ്ത് പെരുന്നാളിൽ ദൈവസഭയുടെ ബർത്ത്ഡേ, ദൈവസഭയുടെ പിറന്നാളിന്റെ അന്ന് രണ്ടപ്പം ദൈവസേനയിൽ പുളിപ്പിച്ച് ചുട്ടുകൊണ്ടുവന്ന് അർപ്പിക്കാൻ? ऐसा क्यों है? फिर पेंतकोस्त का ये पर्व है, ये तीसरा पर्व है। ये पर्व खासियत क्या है? ये कलीसिया का जन्मदिन का पर्व है। इस पर्व जब इस्राएली लोग बनाते समय में तभी कलीसिया का उत्पन्न हुआ था। ऐसा उत्सव में क्यों प्रभु ने 2 रोटियों को लाने बोला जिसमें खमीर के साथ रहना चाहिए? ദൈവത്തിന് അബദ്ധം പറ്റിയതാണോ? क्या परमेश्वर से गलती हुआ है क्या? അല്ലല്ല, ദൈവജ്ഞാനം ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. यहाँ पर परमेश्वर का ज्ञान को हमें समझना चाहिए। നോക്കുക, രണ്ടപ്പം യഹൂദനെയും യവനനെയും കാണിക്കുന്നു. യഹൂദനെയും യവനനെയും ഒന്നാക്കി തീർക്കുന്നതാണ് രണ്ടപ്പം. ये 2 रोटियां जो खमीर से भरा, मतलब 2 प्रकार के पापी लोगों के बारे में है। एक है यहूदी लोग और अन्य जाति, जो परमेश्वर के नजर में यहूदी और अन्य जाति है। ये दोनों लोग हैं। ഞാനൊരു ചെറിയ ദൃഷ്ടാന്തം, ഒരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. मैं एक छोटा सा उदाहरण के लिए एक सवाल मैं पूछना चाहता हूँ। നമ്മള് സാധാരണ വീട്ടിൽ അപ്പമൊക്കെ ഉണ്ടാക്കും. നമ്മള് അപ്പം ദോശയൊക്കെ ഉണ്ടാക്കും. അതിനകത്ത് മാവിനകത്ത് അല്പം പുളിപ്പ് ചേർക്കും, അല്പം ഈസ്റ്റ് ചേർത്ത് വെക്കും. അതിങ്ങനെ പൊളിച്ചോണ്ടിരിക്കും. അത് സെല്ല് മൾട്ടിപ്ലൈ ചെയ്യാം. हम लोग साधारण रीति से घर में जब रोटी या डोसा बनाते समय में हम लोग उस मैदे में हम लोग कभी कभी क्या करते हैं, उसका खमीरी बढ़ जाने के लिए हम लोग उसमें ईस्ट चढ़ाते हैं। तो वो चढ़ने की वजह से क्या होता है? वो फूलने लगता है। എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? लेकिन मैं एक बात पूछना चाहता हूँ। ഈ പുളിപ്പ് ഇങ്ങനെ പുളിച്ചോണ്ടിരിക്കുകയാണ്. तो ये खमीरी स्वभाव है, ये फूलते जा रहा है। ഈ പുളിപ്പ് നിർത്തണം, ഇത് പുളിച്ച് ചാടുക, ഇത് നിർത്തണം. എന്താ ചെയ്യേണ്ടത്? तो मेरा सवाल ये है कि जब हम उस मैदे में हम लोग खमीर उसमें डाला, वो खमीर बढ़ते गया, अभी उसको रोकना है। वो फूलते जा रहा, उसको रोकना है। क्या करना पड़ेगा? മറുപടി പറയാമോ? ചുടണം. Yes, that is a correct answer. ചുട്ടെങ്കിലേ അതിന്റെ പുളിപ്പ് നിൽക്കുള്ളൂ. हम देखते हैं कि उसको क्या करना पड़ेगा? उसको पकाना पड़ेगा। जब वो उसको पकाएगा तभी वो उसका खमीरी रुक जाएगा। എന്തുകൊണ്ടാണ് ചുടുമ്പോൾ ഇത് പുളിപ്പ് നിൽക്കുന്നത്? तो ऐसा क्या क्यों कारण है कि जब उसको पकाते समय में ही वो रुक जाता है? ഓവനിൽ വെക്കുമ്പോൾ ഈ പുളിപ്പ് ചത്തുപോകും. പുളിപ്പ് ജീവനുള്ള ഒരു സാധനമാണ്. അത് ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ പുളിക്കത്തില്ല. हम देखते हैं कि जब तंदूर के अंदर जब हम उसको रोटी को पकाने के लिए जब तंदूर के अंदर डालेंगे, उसका वो गर्मी में वो पकते समय में क्या हो गया, वो जो खमीर डाला गया है वो जीवित जीव है। वो जब उसमें गर्मी लगकर तंदूर में जब जलने लगता है तो वो सारा जीविया मर जाता है। നമ്മള് ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ബ്രെഡുകളൊന്നും വീണ്ടും പുളിക്കാത്തതിന്റെ കാരണം അത് ഓവന്റെ ചൂട് തട്ടി അതിന്റെ പുളിപ്പ് ചത്തുപോയതാണ്. हम लोग दुकान से हम लोग ब्रेड लेते हैं समय में वो ब्रेड कभी फूलता क्यों नहीं? उसमें खमीर मिलाया गया है लेकिन वो फूलता नहीं है, वो रुक गया है। क्यों? उसको तंदूर के अंदर पकाया है, इसके वजह से। നമ്മള് ദൈവസന്നിധി നമ്മളെ തന്നെ എങ്ങനെ സമർപ്പിക്കണം? റോമലേഖനം 6-ാം അധ്യായം എടുത്താട്ടെ. हम लोग परमेश्वर की उपस्थिति में अपने आप को कैसा समर्पण करना है? रोमियो का पुस्तक अध्याय 6 में आप पढ़ते हैं। ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ, अगर परमेश्वर को हमारा इस्तेमाल करना है तो അതിന്റെ 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിന്റെ ലാസ്റ്റ് 6 का 13 में आखिरी भाग में हम देखते हैं, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ നീതിയുടെ ആയുധങ്ങളായ ദൈവത്തിന് സമർപ്പിക്കും. അപ്പൊ ദൈവത്തിന് സമർപ്പിക്കണമെങ്കിൽ മരിച്ചിട്ട് വേണം സമർപ്പിക്കാൻ. तुम यदि अगर अपने अंगों को क्या तुम मरे हुए समर्पण करना है ताकि अपने अंगों को धर्म के लिए इस्तेमाल किया जाए। നോക്കുക, നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കണം, നമ്മുടെ പാപം മരിക്കണം, മരിച്ചിട്ട് വേണം നമ്മളെ കൊടുക്കാൻ.
तो यानी कि क्या अपने मरे हुए, यानी अगर प्रभु के लिए सेवा होना है, हमारा जो पाप का स्वभाव है उसको मरना जरूरी है, मरेगा तो ही हम लोग धर्म के लिए इस्तेमाल हो सकते हैं। നോക്കുക, ഇവിടെ പെന്തിക്കോസ്ത് പെരുന്നാളിൽ നമ്മുടെ ശരീരത്തിൽ പാപമുണ്ട്. ഈ പാപമുണ്ടെങ്കിലും ക്രൂശിനോടുള്ള ബന്ധത്തിൽ പാപത്തെ കുറിച്ച് അനുദപിച്ചു, ഞാൻ പാപത്തിന് മരിച്ചു, പാപത്തോട് സലാം പറഞ്ഞു, അങ്ങനെ സമർപ്പിച്ചൊരു വ്യക്തിയാണ് ദൈവസഭയുടെ അംഗം. आमेन। इसके लिए हम देखते समय पेंटिकोस्ट का ये पर्व के दिन में, पेंटिकोस्ट का दिन में क्या हो गया था, वहां पर कलीसिया जब इकट्ठा होते समय में हमारे शरीर में, ये पाप में, शरीर में, ये देह में पाप जरूर है, लेकिन कलवरी क्रूस में प्रभु ने जो कार्य किया है उसको देखते समय में कि मैं उस क्रूस में मर चुका हूँ, प्रभु के साथ मैं मर गया हूँ, मैं उस पाप को अभी मैं विदा बोला, सलाम बोला, यानी कि अभी मुझे उसके साथ कोई रिश्ता नहीं है करके मैं ऐसा विश्वास करके आते समय वो लोग हैं जो कलीसिया का भाग है। മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ കൺമുമ്പിൽ ദൈവസഭ പാപത്തിന് മരിച്ചവളാണ്. हाँ, यानी कि दूसरा अर्थ में देखा जाए तो प्रभु का कलीसिया जो परमेश्वर के नजर में, परमेश्वर कलीसिया को देखते समय में कैसा देख रहा है, ये कलीसिया जो पाप के लिए मरा हुआ है। അത് പഠിപ്പിക്കാനാണ് ദൈവം നമുക്ക് ഇങ്ങനെ ഉപദേശം തന്നത്. പെന്തിക്കോസ്ത് പെരുന്നാളിൽ പുളിപ്പിച്ചിട്ട് ചുട്ടിട്ട് വേണം അർപ്പിക്കാൻ, പുളിപ്പിച്ച് ചുട്ടത് അർപ്പിക്കണം. इसके लिए हम देखते हैं कि वो ये बात को सिखाने के लिए हमने लेवी पुस्तक में हमने पढ़ा कि पेंतिकोस्त के दिन में जब तुम दो खमीरी रोटी लाते समय तुम्हें क्या करना है, उसको तवे में तुम्हें पकाकर उसे लाना है, तंदूर करना है, उसको तंदूर पे पका के वो जलकर पककर आएगा, तो पकेगा तो क्या होगा, वो खमीरी मर जाएगा। ഇനി നമുക്ക് ലേവ്യരെ 7 വന്നാട്ടെ. अभी वापस हम ലേവ്യ പുസ്തകം 7-ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം. हम लेवी का पुस्तक 7वां अध्याय में वापस आते हैं. നോക്കുക, 7-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ 12-ാം വാക്യത്തിൽ കണ്ടു അൺലിവൻ വേഫേഴ്സ്, അൺലിവൻ ബ്രെഡ്, അൺലിവൻ യേശുക്രിസ്തുവിനെ വരച്ച് കാണിക്കുന്നു. അതെല്ലാം നമ്മള് ഉയർത്തി കാണിക്കുകയാണ് ദൈവ മുമ്പാകെ. आमेन। इसके लिए हम देखते हैं कि 7-12 में हमने पढ़ा जो अखमीरी फुलके हैं, अखमीरी रोटियां है, ये सब अखमीरी वस्तुओं को लेकर आकर हमें क्या करना है, उठाने का बेट चढ़ाना है, मतलब प्रभु को उठाकर हम दिखा रहे और बेट करके हाथों से उठाकर बता रहे कि ये प्रभु है करके. ആ കർത്താവിനെ ഉയർത്തുമ്പോൾ, जब ये प्रभु को जब हम उठा के बेट करते हैं, നിനക്ക് ഹൃദയത്തിൽ ദൈവത്തോട് നന്ദി ഉണ്ടെങ്കിൽ നീ അർപ്പിക്കുന്നത് സ്തോത്രയാഗമാണ്. हाँ, तो जब उठा के तू बेट करते समय में, उस समय में तेरे हृदय में धन्यवाद का मन से तू अगर कर रहा है तो वो बलि धन्यवाद का बलि है. ഈ 13-ാം വാക്യത്തിൽ വായിക്കുന്നു, beside that cakes you have to offer yourself as if you are dead to sin. हाँ, तो वाक्य 13 में हम पढ़ते समय में जब तू फुलके को और रोटियों को जब तू देते समय में उसके साथ साथ तू अपने अंगों को, अपने आप को भी तू मरे हुए होकर तू उसको देखकर समर्पण कर रहा है. നോക്കുക, പുളിപ്പിച്ച് ചുട്ട ദോശ ആ പെന്തിക്കോസ്ത് പെരുന്നാളിൽ സംഭവിച്ചത് സഭയെ കാണിക്കുന്നെങ്കിൽ ഇവിടെ എന്നെ തന്നെ കാണിക്കുകയാണ് ദൈവ മുമ്പാകെ. तो पेंतिकोस्त के दिन में हमने देखा कि उधर क्या था, खमीरी अवस्था में उसे लाकर उसको पकाकर उसको देना है, वही अवस्था को यहाँ पर मेरा अवस्था को दिखा रहा है कि मैं अपने आप को, अपने अंगों को मैं चढ़ा रहा हूं ताकि मैं धार्मिकता के लिए इस्तेमाल हो सकूं. എന്ത് വലിയ അർത്ഥമാണ്, ആശയമാണെന്ന് നോക്കട്ടെ. आमेन, आमेन। कितना बड़ा अर्थ से भरा हुआ बातें हैं ये वाक्यों में. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. बहुत ही आसानी से मैं याद दिलाना चाहता हूँ. ദൈവസന്നിധിയിൽ സ്തോത്രമാണ് അർപ്പിക്കുന്നതെങ്കിൽ, നന്ദിയാണെങ്കിൽ, എന്റെ പുത്രനെ നീ ഉയർത്തുമ്പോൾ നീ കൂടെ പാപത്തിന് മരിച്ചിട്ട് നിന്നെ തന്നെ എന്റെ മുമ്പിൽ സമർപ്പിക്കും. आमेन। यदि जब तू परमेश्वर का पुत्र को तू अगर धन्यवाद देने के लिए तू पुत्रों को अगर उठाकर प्रभु यीशु मसीह को तू अगर उठाकर बेट चढ़ा रहा है तो उसके साथ साथ तुझे क्या करना है, उस रोटी के साथ साथ तू अपने आप को भी, कि तू भी पाप के लिए मर चुका है, अब मैं नहीं, मसीह मुझ में जी रहा है बोलकर मैं भी अपने आप पे मसीह में उस मरकर एक होकर मैं उसको चढ़ा रहा हूँ. നോക്കുക, അതിന്റെ 14-ാം വാക്യത്തിൽ ഈ വിധത്തിൽ നീരാജാർപ്പണം ഉയർത്തി കാണിച്ച വസ്തുതകൾ ആർക്കുള്ളതാണ്? പുരോഹിതന് കൊടുക്കണം. और ऐसे ऐसे जब तू वाक्य 14 में आप देखते समय में ऐसे ऐसे चढ़ाते समय में इसका भाग लेते समय में ये किसको देना है, ये सब भाग याजक का होगा. പക്ഷേ ദൈവം ഒരു കൽപ്പന കൊടുത്തു. लेकिन प्रभु ने यहाँ पर एक आज्ञा दिया था. അത് വളരെ പ്രാധാന്യതയുണ്ട്. 15-ാമത്തെ വാക്യം. उसका 15 वाक्य में उसमें एक खास कारण आज्ञा प्रभु देखते हैं हम. നോക്കുക, എന്നാൽ സ്തോത്രമായുള്ള സമാധാനയാഗത്തിന്റെ മാംസം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ തിന്നണം, അതിനെ ഒട്ടും പ്രഭാതം വരെ ശേഷിപ്പിക്കരുത്. 15 पढ़ेंगे, 7 का 15. और वह धन्यवाद बलि, मेल बलि का मांस बलिदान चढ़ाने के लिए दिन ही खाया जाए, उसमें से कुछ भी भोर तक शेष न रह जाए. എന്താണ് ഇതിന്റെ ആശയം?
इसका अर्थ क्या है? നമുക്ക് ലേവ്യ പുസ്തകം 22-ാം അധ്യായം എടുക്കാം. हम लोग लेवी का पुस्तक 22वां अध्याय में हम आते हैं. लेविटिकस चैप्टर 22 29-30 വാക്യം വായിക്കാം. उसका 29 और 30 हम पढ़ेंगे. യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദകരമാകുവാൻ തക്കവണ്ണം അർപ്പിക്കണം. അന്ന് തന്നെ അതിനെ തിന്നണം. രാവിലെ വരെ അതിനെ ഒട്ടും ശേഷിപ്പിക്കരുത്. ഞാൻ യഹോവയാകുന്നു. पढ़ेंगे 22 का 29-30. और जब तुम यहोवा के लिए धन्यवाद का मेल बलि चढ़ाओ तो उसे इसी प्रकार से करना जिससे वह ग्रहण योग्य ठहरे. वह उसी दिन खाया जाए, उसमें से कुछ भी दिनहान तक रहने ना पाए. मैं यहोवा हूँ. നോക്കുക, ഈ യാഗവസ്തുവേ ഉള്ളൂ 3 പേർക്കും ഭക്ഷിക്കാൻ. ദൈവം പറയുന്നു എന്റെ ബ്രെഡാണ്. ദൈവത്തിന് അതിന്റെ കൊഴുപ്പുകളും അകത്തെ ഫാറ്റ് മുഴുവൻ ദൈവത്തിന് യാഗപീഠത്തിൽ കൊടുക്കും. आमीन. हम देखते हैं कि ये मेल बलि का खासियत क्या है. इस बलिदान में एक ऐसा खासियत है कि जो याजक भी खा सकता है और चढ़ाने वाला, अर्पण करने वाला भी खा सकता है. तो जो चढ़ाने वाला वस्तु जो है वो वस्तु यहोवा का रोटी है. वो यहोवा का मेज में चढ़ाया हुआ यहोवा का रोटी है. वो यहोवा का रोटी का भाग हम ले रहे हैं. അതിന്റെ ഹീവ് ഓഫറിംഗ്, അത് ഉയർത്തി കാണിച്ച ഭാഗങ്ങളൊക്കെ പുരോഹിതന് ഭക്ഷിക്കാൻ കൊടുക്കും. हाँ, तो उसमें से उठाया हुआ भेंट, जो भी उठाने का भेंट में जो भी चढ़ाता है, जो उठाने वाला भेंट है, वो भेंट सिर्फ याजक लोग खाएंगे. അത് അർപ്പിച്ച വ്യക്തി അതിന്റെ മറ്റു ഭാഗങ്ങൾ ഭക്ഷിക്കും. और बाकी के जो भी भाग बच गए हैं, जिसने अर्पण किया है, वो खाएगा. എന്ന് പറഞ്ഞാൽ ഒരു യാഗവസ്തുവിൽ നിന്ന് ദൈവവും പുരോഹിതന്മാരും അർപ്പിക്കുന്ന വ്യക്തിയും ഒന്നിച്ചൊരു ടേബിളിൽ ഭക്ഷിക്കുന്ന പോലെ ഭക്ഷിക്കുക. मतलब क्या है ये, इस एक बेल बलि का खासियत क्या है? इस एक बेल बलि में जो परमेश्वर को चढ़ा रहा है, मतलब एक परमेश्वर का हो गया, दूसरा भाग याजकों के लिए है, और तीसरा भाग जो अर्पण करने आया है वो भी खाता है. यानी कि एक ही मेज में से 3 लोग भाग ले रहे हैं. നമ്മള് ഇവിടെ വായിച്ചു ഇങ്ങനെ അർപ്പിക്കുന്ന അന്ന് തന്നെ തിന്നിരിക്കണം. हाँ, यहाँ पर हमने लेवी का 7 में भी हमने पढ़ा और लेवी का 22 में भी हमने पढ़ा कि वो उसी दिन खाना है. 22-29 വായിച്ചു പ്രസാദകരമാകുവാൻ തക്കവണ്ണം. 22-ാം അധ്യായത്തിന് 29 പ്രസാദകരമാകുവാൻ തക്കവണ്ണം അന്ന് തന്നെ ഭക്ഷിക്കണം. हाँ, हमने सेम डे. यस, हमने लेवी का पुस्तक 22 का 29 में पढ़ते समय में यदि वो अगर यहोवा के लिए ग्रहण योग्य ठहरना है तो उसको उसी दिन खाना है. നോക്കുക, ദൈവത്തിന് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുവാൻ, हाँ, परमेश्वर की उपस्थिति में वो ग्रहण योग्य ठहरने के लिए. ഇതിന് മറ്റൊരു അർത്ഥമുണ്ട്. इसका दूसरा एक अर्थ भी है. സ്തോത്രം അർപ്പിക്കുമ്പോൾ यदि जब धन्यवाद करते समय में, അന്ന് തന്നെ നമ്മൾ ഓർക്കണം, ദൈവമേ നന്ദി, നിനക്ക് സ്തോത്രം. ഒരു ഉപകാരം നമുക്ക് ലഭിച്ചപ്പോൾ, ഒരു 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 ദൈവത്തോട് നന്ദി നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ആ ഉപകാര സ്മരണകൾ നീണ്ടു നിൽക്കുന്നതല്ല. आमीन. हम खास रूप में प्रभु जब हमारे लिए कुछ भलाई करते समय में, हमारे लाभ के लिए कुछ बातें करते समय में, और वो हमें उसी क्षण उसको हम लोग धन्यवाद हम देते हैं. प्रभु आपने मेरे साथ ऐसा किया, उसके लिए धन्यवाद. ये धन्यवाद ज्यादा लंबा, ज्यादा दिन तक हम लोग छुपा के रखते नहीं है, बल्कि उसी क्षण हम बोलते हैं. ആർക്കെങ്കിലും നമുക്ക് ഒരു പണത്തിന് ആവശ്യമായിട്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു പണം കൊടുത്ത് അവരെ സഹായിച്ചെന്നിരിക്കട്ടെ, ആ സന്ദർഭത്തിൽ അവർക്ക് വളരെ നന്ദി കാണും നമ്മളോട്. പക്ഷെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് സെറ്റിൽ ആവും. हाँ, हम देखते हैं कि सोचो कि एक भाई को पैसे का जरूरत था और हमने अचानक उनको जाकर पैसा दे दिया, तो वो पैसा देने की वजह से जिस भाई को जरूरत था वो तभी बहुत खुशी से बोलेगा, अरे भाई मुझे जरूरत था, आपने दिया, धन्यवाद हम बोलते हैं. लेकिन और वो एक खुशी रहता है क्योंकि भाई ने दिया. लेकिन 2-3 दिन के बाद क्या हम देखते हैं, वो खुशी जो पहला दिन था वो खुशी नहीं रहता 2-3 दिन के बाद. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ഒരു കാര്യം ആഗ്രഹിക്കുന്നു. യുവർ താങ്ക്സ് ഗിവിംഗ് ഷുഡ് ബി ഫ്രം യുവർ സിൻസിയർ ഹാർട്ട്. നിന്റെ ഹൃദയത്തിൽ ആ നന്ദി നിറഞ്ഞേക്കുമ്പോൾ ചിലര് സ്തോത്രം പറയും. ഞാന് ക്ഷമിക്കണം പറയുമ്പോൾ ഒരിക്കൽ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, സാത്താൻ ഹവ്വയെ തോൽപ്പിച്ചു, സ്തോത്രം. ആ സ്തോത്രത്തിന് എന്താ അർത്ഥം? हमें इसके लिए हमें हमारा धन्यवाद का अवस्था हमें समझना है. धन्यवाद को हमेशा हमें शुद्ध मन से, हृदय से भरकर हमें देना है. धन्यवाद का यही कारण होना चाहिए हमें, इसलिए धन्यवाद का सही अर्थ समझना है. दूसरे एक बार मैंने एक भाई को, हमारे जीवन में जब भी कुछ भी भलाई होता है हम धन्यवाद स्तुति करके बोलते तो जरूर है. एक बार क्या हुआ, एक भाई ने ऐसा बोला कि देखो शैतान ने हव्वा को हरा दिया, वो धन्यवाद. ऐसा बात का धन्यवाद का क्या फायदा, क्योंकि शैतान ने हव्वा को हरा दिया, इसमें क्या धन्यवाद है? ഇവിടെ ഒരു സത്യം പഠിപ്പിക്കുന്നു. ദൈവം he is looking not on the words but in your heart.
तो हमें इसलिए हमें समझना है, जब हम धन्यवाद का स्तुति रूपित अर्पण का बलिदान हम चढ़ाते समय में, हम प्रभु तेरा धन्यवाद तेरा स्तुति बोलते समय में, वो प्रभु हमारे शब्दों को नहीं देखता बल्कि हमारा हृदय को देखता है। 16-17 വാക്യം നോക്കാം. उसका 16 और 17 में जब हम पढ़ते हैं, Leviticus chapter 7, 16 and 17. यस, लेविया का पुस्तक 7 का 16 और 17. എന്നാൽ അർപ്പിക്കുന്ന യാഗം ഒരു നേർച്ചയോ സ്വമേധയോ ആകുന്നുവെങ്കിൽ യാഗം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ അത് തിന്നണം, അതിൽ ശേഷിപ്പുള്ളത് പിറ്റേ ദിവസവും തിന്നാം. उसका 16 पढ़ेंगे. पर यदि उसके बलिदान का चढ़ा हुआ मन्नत का व स्वेच्छा का हो, तो उसे बलिदान को जिस दिन वह चढ़ाया जाए उसी दिन वह खाया जाए, और उसमें से जो शेष रह जाए वह दूसरे दिन भी खाया जाए. നോക്കുക, ഒരു നേർച്ച നേർന്നു. ഒരു യാത്രയ്ക്ക് പോയപ്പോൾ എന്നെ സുഖകരമായി എത്തിക്കണം, ഒരു നേർച്ച നേർന്നു. हम देखते हैं कि हम जब मन्नत मांगते हैं, उदाहरण के रूप में जब यात्रा करते समय में, प्रभु मैं एक जगह से दूसरा जगह पर जा रहा हूँ, इसलिए प्रभु आप मुझे संभाल लेना करके बोलकर प्रभु को धन्यवाद करके प्रार्थना करते हैं, हम लोग मन्नत मांगते हैं. നോക്കുക, ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടാം ദിവസം അത് ഭക്ഷിക്കാം. കാരണം ആ ഉപകാര സ്മരണ, നേർച്ച നേർന്നത് സ്വമേധയാ അർപ്പിച്ചത് ഒരു ദിവസം കൂടെ നീണ്ടു നിൽക്കും എന്ന് പറഞ്ഞാൽ അല്പം കൂടെ അത് നീണ്ടു നിൽക്കും. हाँ, तो मन्नत इसका इस अवस्थे में, जब मन्नत के विषय में कोई बलिदान मन्नत के साथ चढ़ाते समय में क्या होता है, उसको अगला दिन भी खा सकते हैं, मतलब एक दिन के अलावा दूसरे दिन भी शेष भाग रहेगा, वो दूसरे दिन भी खा सकता है. ऐसा क्यों है? क्योंकि वो मन्नत जो है कभी कभी अगला दिन भी बाकी रहता है, अगले दिन भी चलता है. 17 വാക്യം നോക്കിയാട്ടെ. 17 वाक्य में हम देखते हैं, യാഗ മാംസത്തിൽ മൂന്നാം ദിവസം ശേഷിക്കുന്ന തീയിലിട്ട് ചുട്ടുകളയണം. മൂന്നാം ദിവസം ശേഷിച്ചാൽ തീയിലിട്ട് ചുട്ടുകളയണം. वाक्य 17 पढ़ेंगे. परंतु जो कुछ बलिदान के मांस में से तीसरे दिन तक रह जाए वह आग में जला दिया जाए. हाँ, तीसरा दिन में क्या हो रहा है, उसको जला देना है. എന്നാൽ 19 അധ്യായം എടുത്താട്ടെ, ലേവ്യ പുസ്തകം. लेवी का पुस्तक 19वां अध्याय में जब हम आते हैं, അതിന്റെ 5 തൊട്ടുള്ള വാക്യം, 19 का 5 पे हम पढ़ते हैं. 5 से, യഹോവയ്ക്ക് സമാധാനയാഗം അർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അർപ്പിക്കണം. അർപ്പിക്കുന്ന ദിവസവും പിറ്റേനാളും അത് തിന്നാം. മൂന്നാം ദിവസം വരെ ശേഷിപ്പിക്കുന്നത് തീയിലിട്ട് ചുട്ടുകളയണം. മൂന്നാം ദിവസം തിന്നുന്നു എന്ന് വരികിൽ അത് അറപ്പാകുന്നു, പ്രസാദമാകിയില്ല. അത് തിന്നുന്നവൻ കുറ്റം വഹിക്കണം. യഹോവയ്ക്ക് വിശുദ്ധമായത് അവൻ അശുദ്ധമാക്കിയല്ലോ, അവനെ അവന്റെ ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ചു കളയണം. पढ़ेगी 19 का 5 से 5 തൊട്ട് 8 വരെ. 5 का 8 या. जब तुम यहोवा के लिए मेल बलि करो तब ऐसा बलिदान करना जिससे मैं तुमसे प्रसन्न हो जाऊं. उसका मांस बलिदान के दिन और दूसरे दिन खाया जाए, परंतु तीसरे दिन तक जो रह जाए वह आग में जला दिया जाए. और यदि उसमें से कुछ भी तीसरे दिन खाया जाए तो वह घृणित ठहरेगा और ग्रहण न किया जाएगा, और उसका खाने वाला यहोवा के पवित्र पदार्थ को अपवित्र ठहराता है. इसलिए उसको अपने अधर्म का भार स्वयं उठाना पड़ेगा, और वह प्राणी अपने लोगों में से नाश किया जाएगा. എന്ന് പറഞ്ഞാൽ മൂന്നാം ദിവസം അത് കറപ്ഷൻ കടന്നു വരുന്ന സമയമാണ്, തേർഡ് ഡേ. हाँ, तीसरा दिन का खासियत क्या है, उसमें क्या सड़ावट आने वाला अवस्था रहता है, वो सड़ने शुरू होता है उसमें. നോക്കുക, മാംസം മൂന്നാം ദിവസം ആകുമ്പോഴത്തേക്ക് അത് കറപ്റ്റഡ് ആകും, അതിനകത്ത് ദ്രവത്വം കടന്നു വരും. यस, हम लोग देखते हैं मांस को जब खाते समय में 3 दिन अगर उसको बाहर रखेगा, तीसरा दिन वो सड़ने, बदबू मारने शुरू होता है, खराब होने लगता है. ദൈവയുടെ സിവിയർ വാർണിംഗ് 5 പ്രാവശ്യം പറഞ്ഞു, പ്രസാദമാകില്ല, കണക്കിടില്ല, അറപ്പായിരിക്കും, കുറ്റം വഹിക്കണം, അവനെ ജനത്തിനിടയിൽ ഛേദിച്ചു കളയണം. तो यहाँ पर प्रभु क्या कहता है, यदि तू उसको ग्रहण योग्य बलिदान अगर होना है, अगर करना है तो क्या करना है, उसको खाना है. लेकिन तीसरा दिन किया तो क्या होगा, परमेश्वर उसको प्रसन्न नहीं होगा, वो घृणित ठहराया जाएगा, उससे अपवित्र ठहराया गया है वो उसको, और परमेश्वर उसको लोगों से बाहर निकाल दिया जाना चाहिए करके इस तरह का 5 बार चेतावनी दिया. യാഗം അർപ്പിക്കാതിരിക്കുന്നത് അതിലും നല്ലത്. इससे अच्छा तो यही था कि तू बलि चढ़ाया नहीं होता. മലാക്കിയുടെ പുസ്തകം 1:10 ദൈവം പറയുന്നുണ്ട്, ആ യാഗം അർപ്പിക്കാതെ ദേവാലയത്തിന്റെ വാതിലൊന്ന് അടയ്ക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. हाँ, मलाकी का पुस्तक 1:10 में पढ़ते समय वहां पर देखते हैं कि जो लोग वहां पर बलिदान करने अर्पण आते समय में प्रभु कहता है कि वो फाटकों को तुम लोग अगर बंद कर लेते तो अच्छा था. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ 1 कोरिन्थी 11 अध्याय में 17 വാക്യത്തിൽ വരുമ്പോൾ 1 कोरिन्थी 11 का 17 में हम पढ़ते हैं, നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കിടയായി മാറുന്നു. तुम लोग तुम्हारा इकट्ठा होना वो लाभ के लिए नहीं है बल्कि दोष के लिए है.
1 കൊരിന്ത്യർ 11:17 വായിക്കുന്നത്. यस, पहला कोरिन्थी 11:17 में हम पढ़ते हैं, इसके लिए कोई तुम्हारे इकट्ठा होना तो भलाई नहीं परंतु हानि होती है. Yes, not for better but for the worse. हाँ, तो भलाई के लिए नहीं आ रहे परंतु हानि के लिए हो रही है. നോക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രമാണമുണ്ട് നാം എങ്ങനെ കൂടി വരണം. तो परमेश्वर की उपस्थिति में व्यवस्था दिया है कि किस रीति से हमें इकट्ठा होना है, कैसा आना है. प्रभु ये सब बातें बताया है. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഉണ്ട്. पुराने नियम में भी है, नया नियम में भी है. നോക്കുക, അതിന്റെ 20-21 വീണ്ടും നമുക്ക് ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിൽ വരാം. हाँ, लेवी का पुस्तक 7वां अध्याय में. അതുപോലെ തന്നെ 20-ാം വാക്യം നോക്കിയാട്ടെ, 20-21 വാക്യം. എന്നാൽ അശുദ്ധി തന്റെ മേൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും യഹോവയ്ക്കുള്ള സമാധാനയാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. മനുഷ്യന്റെ അശുദ്ധിയെയോ അശുദ്ധ മൃഗത്തെയോ ശുദ്ധിയില്ലാത്ത അറപ്പുള്ളതിനെയോ ശുദ്ധിയില്ലാത്ത യാതൊന്നിനെയും ആരെങ്കിലും തൊട്ടിട്ട് യഹോവയുടെ സമാധാനയാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. पढ़ेंगे 20-21. परंतु जो अशुद्ध होकर यहोवा के मेलबलि के मांस में से कुछ खाए वह अपने लोगों में से नाश किया जाए, और यदि कोई किसी अशुद्ध वस्तु को छूकर यहोवा के मेलबलि पशु के मांस में से खाए तो वह भी अपने लोगों में से नाश किया जाए, चाहे वह मनुष्य की कोई अशुद्ध वस्तु व अशुद्ध पशु व कोई भी अशुद्ध और घृणित वस्तु हो. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഇറ്റ് ഇസ് എ ഫെലോഷിപ്പ് മീൽ. ഇതൊരു 20 വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഇതൊരു ഫെലോഷിപ്പ് ആണ്. ഈ ഫെലോഷിപ്പിൽ അശുദ്ധി അവന്റെ മേൽ ഉണ്ടെങ്കിൽ അവൻ ശുദ്ധീകരിക്കപ്പെട്ട ശേഷമേ തിന്നാവും. हम देखते हैं कि वाकई 20 से हम पढ़ते हैं समय में ये जो इकट्ठा है, जो मेल बलि हम जो कर रहे हैं, ये मांस का ये एक सहभागिता और संगति का बलि है. इसमें कोई अशुद्ध होकर नहीं खा रहा है, क्योंकि सब लोग शुद्ध रहकर खा रहे हैं. यदि कोई अशुद्ध होकर खा रहा है तो उसको पहले शुद्ध होना पड़ेगा, फिर खाना पड़ेगा. സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, പശുഭസ്മം അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി അത് വെച്ചിരിക്കുകയാണ്. हम लोग संख्या पुस्तक गणना में हम लोग 19वां अध्याय में हमने उसके विषय में हमने पढ़ा था, जो भस्म था, जो बलिदान को जलाकर राख करके जो भस्म था, वो भस्म उनका शुद्धता के लिए, शुद्धीकरण के लिए इस्तेमाल किया जाता था. നോക്കുക, ലേവ്യ പുസ്തകം 22-ന്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. लेवी का पुस्तक 22:9 अगर हम पढ़ेंगे तो, ഞാൻ യഹോവയാകുന്നു, ആകയാൽ അവർ എന്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരത്തക്കോണം അത് വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ പ്രമാണിക്കണം. पढ़ेंगे 22:9. इसलिए याजक लोग मेरी सौंपी हुई वस्तुओं की रक्षा करें, ऐसा न हो कि वे उनको अपवित्र करके पाप का भार उठाए और इसके कारण मर भी जाए. मैं उनका पवित्र करने वाला यहोवा हूँ. നോക്കുക, ഇതല്ലേ 1 കൊരിന്ത്യർ 11:27 വാക്യത്തിൽ പറയുന്നത്, അയോഗ്യമായി, ഇൻ അൺവർത്തി മാനർ. यस, यही हम लोग पहला कोरिन्थी 11:27 में पढ़ते समय में कोई भी अयोग्य रीति से रोटी बेच का भाग ना ले करके प्रभु वहां पर चेतावनी देता है. അയോഗ്യമായി, ഇൻ ആൻ അൺവർത്തി മാനർ, അത് ഭക്ഷിച്ചാൽ മരണം വരെ സംഭവിക്കും. ഇത് ഹേതുവായി നിങ്ങളിൽ ചിലരെ നിദ്ര പ്രാപിക്കുന്നു അനേകർ. हाँ, तो इसके लिए वहां पर चेतावनी में क्या बोलता है, अयोग्य रीति से तुम लोग बेच का भाग लेने की वजह से तुम में से कुछ बीमार है, तुम में से कुछ लोग सो गए, यानी कि मृत्यु भी आ चुका है वहां पर. നോക്കുക, ഈ പുതിയ നിയമ പ്രമാണം ഈ പഴയ നിയമത്തിലും കാണുന്നു. ये नया नियम का ये सिद्धांत जो व्यवस्था है, ये पुराने नियम में भी लिखा है. ഇനിയും അതിന്റെ ഒരു ഭാഗം കൂടെ എടുത്തിട്ട് നമുക്ക് നിർത്താം. 28 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. 28 7-ാം അധ്യായത്തിന്റെ 28 തൊട്ടുള്ള വാക്യം. और फिर हम लोग वही लेविया का 7:28 और 29 भी हम पढ़ेंगे. നോക്കുക, അവിടെ വായിക്കുന്നു 28 യഹോവ പിന്നെ മോശയോട് അരുളിച്ചത്, ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്നാൽ, യഹോവയ്ക്ക് സമാധാനയാഗം അർപ്പിക്കുന്നവൻ തന്റെ സമാധാനയാഗത്തിൽ നിന്ന് യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം. സ്വന്തം കൈയാൽ അവനെ യഹോവ ദഹിപ്പിക്കണം. നീരാജനാർപ്പണമായി നീരാജനം ചെയ്യേണ്ടതിന് നെഞ്ചോടുകൂടെ മേധസ് കൊണ്ടുവരണം. പുരോഹിതൻ മേധസ് യാഗപീഠത്തിൽ ദഹിപ്പിക്കണം. എന്നാൽ നെഞ്ച് അഹരോനും പുത്രന്മാർക്ക് വിരിക്കണം. നിങ്ങളുടെ സമാധാനങ്ങളിൽ വലം കൈക്കുറക്കും ഉദർച്ചാർപ്പണത്തിനായി നിങ്ങൾ പുരോഹിതന്റെ പക്കൽ കൊടുക്കണം. 28 से पढ़ेंगे. എല്ലാം കൂടെ വായിച്ചാൽ ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ആകും. ഒറ്റ വാക്യം വായിച്ചാൽ മതി. 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ओके, बेट खाली 30 पढ़ेंगे. वह अपने ही हाथों से यहोवा के हव्य को अर्थात छाती हिलाने की भेंट करके यहोवा के सामने हिलाया जाए. നീരാജനാർപ്പണം ചെയ്ത നെഞ്ച് മേധസ്സോട് കൂടെ കൊണ്ടുവരണം. അതിന്റെ ശേഷം നമ്മൾ വായിക്കുന്നുണ്ട്,
तो उसका हमें वो हाथ के हिलाने के वो जो छाती है जो हाथ के हिलाने के भेंट के लिए जो यहोवा के सामने हिलाने के लिए लाए, उसके बाद 32 വാക്യം 32 में ഈ യാഗത്തിന്റെ വലത്തെ കൈക്കുറങ്ങ് ഉദർച്ചാർപ്പണമായി അർപ്പിക്കണം. 32 पढ़ेंगे। फिर तुम अपने मेल बलियों में से दाहिने जांग को भी उठाने की भेंट करके याजक को देना. അവിടെ ഉട്ടാനേക്ക ഉദർച്ചാർപ്പണമാണ്. യെസ് उठाने का भेंट. യെസ് അതിന്റെ 30 വാക്യത്തിൽ നീരാജനം എന്നുണ്ടോ? നീരാജനാർപ്പണമായി. हिलाने वाला. യെസ് വേവ് ഓഫറിംഗ് എന്ന്. हिलाने वाला ऑफरिंग. ഹിലാനെ വാല എന്നുള്ളതിന്റെ അർത്ഥം എന്നാ? ഇങ്ങനെ ഷേക്ക് ചെയ്യണം. ലെഫ്റ്റ് റൈറ്റ് കറക്റ്റ്. ഓക്കെ അപ്പോ ഇങ്ങനെ അർപ്പിക്കുന്നതിനാ പറയുന്നത് വേവ് ഓഫറിംഗ്. तो हिलाने वाला ऑफरिंग मतलब कि अपने हाथों को दाया बाया करके हाथ को जो छाती का वो जो भाग को लेकर उसको हिलाते रहना, दाया बाया 4 വശത്തോട്ട് മാറ്റി കാണിക്കുക. और चारों तरफ चारों दशाओं में वो फैलाते हुए हिलाते रहना है. ഒന്നാമത് ഓർക്കണം, അത് പുരോഹിതന്റെ ജോലിയാണ്. सबसे पहली बात ये बात याद रखना चाहिए कि वो याजक का काम है. ആ നെഞ്ച് സ്നേഹത്തെ കാണിക്കുന്ന, वो छाती जो है वो प्रेम को दिखाता है. ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിന്റെ 4 പുറത്തും കാണിപ്പാൻ നമ്മൾ കടമ്പെട്ടവരാണ്. यानी कि हाथ हिलाने वाला बलि मतलब क्या है? प्रभु परमेश्वर का प्रेम जो पुत्र प्रभु यीशु मसीह है, उस प्रेम का वाणी को दुनिया के चारों ओर बताने का जिम्मेदारी हमारा है. മാത്രമല്ല ഈ യാഗവസ്തുവിന്റെ വലത്തെ കൈക്കുറങ്ങ് അത് ഉഠാനെ ചെയ്യണം, അത് ലിഫ്റ്റ് ചെയ്യണം. और उतना ही नहीं, बाकी 32 में हमने पढ़ा जो दाहिने जांग को भी क्या करना है, वो उठाने का भेंट से दाहिने जांग को उठाकर उसको भेंट करना है. ഇനി 34 വാക്യം വായിക്കാം. और फिर 34 हम पढ़ेंगे. ഇസ്രായേൽ മക്കളുടെ സമാധാനയാഗത്തിൽ നിന്ന് നീരാജനത്തിന്റെ നെഞ്ചും ഉദർച്ചയുടെ കൈക്കുറങ്ങും ഞാൻ എടുത്ത് പുരോഹിതനായ അഹരോനും പുത്രന്മാർക്കും ഇസ്രായേൽ മക്കളിൽ നിന്ന് ശാശ്വത അവകാശമായി കൊടുത്തിരിക്കുന്നു. पढ़ेंगे 34. क्योंकि इस्राएलियों के लिए मेल बलियों में से हिलाने की भेंट की छाती और उठाने की भेंट के जांग को लेकर मैंने याजक हारून और उसके पुत्र को दिया है कि यह सर्वदा इस्राएलियों की ओर से उनका हक बना रहे. യെസ്, പുരോഹിതന് കൊടുത്തിരിക്കുന്നത് നെഞ്ചിന്റെ പാർട്ടും കൈക്കുറങ്ങുമാണ്. हम देखते हैं कि याजकों को जो दिया हुआ भाग हम देखते हैं छाती है और जांग है. നോക്കുക, ഇത് 2 പ്രധാനപ്പെട്ട വസ്തുത നമ്മളെ പഠിപ്പിക്കുന്നു. ये दोनों मूल वस्तु है करके हम देखते हैं. ഇസ്രായേലിന്റെ മഹാപുരോഹിതന്റെ മാർവിൽ ഈ 12 ഗോത്രത്തിന്റെ പേരുണ്ട്, തോളിലും 12 ഗോത്രത്തിന്റെ പേരുണ്ട്. हम देखते हैं कि इस्राएलियों का जो महायाजक है, उस महायाजक का वस्त्र में हम देखते समय में उसका छाती में 12 गोत्र का नाम लिखा है और उसका जांग के जो शोल्डर भाग में भी वो 12 गोत्र का नाम लिखा है. അവന്റെ മാർവിൽ അവരുടെ സ്നേഹം, അവരുടെ പേരുകൾ നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി അവൻ യാചിക്കുകയാണ് ആ സ്നേഹം മൂലം. तो छाती में जो रखा हुआ जो भाग है वो प्रेम करते हुए, यानी कि इस्राएली लोगों का 12 गोत्रों को प्रेम करते हुए, उनको सहन करते हुए प्रेम को वो दर्शाता है. ആ മഹാപുരോഹിതൻ നമ്മുടെ കർത്താവാണ്. वो महायाजक हमारा प्रभु यीशु मसीह है. മാത്രമല്ല അവന്റെ വലത്തെ കരം അവന്റെ ശക്തിയുടെ പ്രകടനമാണ്. और केवल उतना ही नहीं, उसके दाहिने जांग को भी रखता है. वहां पर क्या है, वो प्रभु का सामर्थ्य को दिखाता है. നമുക്ക് എഫേസ്യ ലേഖനം ഒന്നെടുക്കാം. एफेसियों का पुस्तक में हम पढ़ते हैं 1-ാം അധ്യായം. एफेसियों का पुस्तक 1 अध्याय एफेसियंस चैप्टर 1. പൗലോസ് ഈ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. पौलुस ये पवित्र लोगों के लिए प्रार्थना करता है. 2 വസ്തുതകൾ അവർ ഗ്രഹിക്കണം. 2 बातों को उन लोगों को ग्रहण करना है. 1-19 1 का 19 में हम पढ़ते हैं നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം. और उसी की सामर्थ हमारी ओर जो है, ഇല്ലേ 19 यस 19 सामर्थ या शक्ति. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. और उसकी शक्ति की वो प्रभाव की उस कार्य के अनुसार. 3-ാം അധ്യായം എടുത്താട്ടെ. और फिर 3 अध्याय में हम पढ़ते हैं. അതിന്റെ 19-ാം വാക്യം നോക്കിയാട്ടെ. 3 का 19 में हम पढ़ते हैं. യെസ്, അവിടെ വായിക്കുന്ന പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അറിയുവാൻ പ്രാപ്തരാകേണ്ടതിന് ദൈവം എല്ലാ നിറവിനോടും നിറയ്ക്കേണ്ടതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. 3:19 पढ़ेंगे. और मसीह के उस प्रेम को जान सको जो ज्ञान से परे है, कि तुम परमेश्वर की सारी भरपूरी तक परिपूर्ण हो जाओ. आमेन. യെസ്, 1-ന്റെ 19 3-ന്റെ 19
हाँ, एक का 19 और 3 का 19 में हमने पढ़ा। 1:19 വലത്തേക്കായി കുറഞ്ഞാണ്. हाँ, 1 का 19 में हमने देखा दाहिने जांघ के बारे में, जो सामर्थ को दिखाता है, शक्ति को दिखाता है। 3:19 മാർവാണ്, ചെസ്റ്റിന്റെ പോർഷനാണ്. और 3 का 19 में मसीह का उस प्रेम, यानी कि वो छाती का भाग को दिखाता है। ഇത് രണ്ടും ഗ്രഹിക്കാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ये दोनों बातों को ग्रहण करने के लिए पौलुस प्रार्थना कर रहा है। മഹാപുരോഹിതന്റെ മാർബിലും തോളിലും നമ്മുടെ പേരുണ്ട്. आमीन। महायाजक के गांज में और उसके छाती में, दोनों भागों पर हमारा नाम लिखा गया है। നമുക്ക് ധ്യാനിപ്പാനും ഭക്ഷിപ്പാനും ആസ്വദിക്കാനും ഉള്ളത് എനിക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ സ്നേഹം, എനിക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തി. आमीन। हमें ध्यान करने के लिए, हमें मनन करने के लिए, हमें संभाले रखने के लिए प्रभु का वो प्रेम है और उनका अत्यंत सामर्थ है जो हमारे लिए बह रहा है। ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. प्रभु हमें सहायता करे। प्रेज लॉर्ड। ഓ, അവർ ലോർഡ് ഈസ് സോ പ്രഷ്യസ്. നമ്മുടെ കർത്താവിന്റെ യാഗങ്ങൾ ദിവസവും പ്രഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. आमीन। हमारा परमेश्वर कितना भला है और कितना धन्य है, और प्रतिदिन वो हमारे प्रिय प्रिय बनते जा रहा है। കർത്താവ് നമ്മെ സഹായിക്കട്ടെ. प्रभु हम सबको सहायता करे। Amen. थैंक यू ब्रदर, थैंक यू सो मच। രാജൻ ബ്രദർ പ്രാർത്ഥിച്ചോട്ടെ. രാജൻ ബ്രദർ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ നിന്റെ തിരുമുമ്പില് ഞങ്ങൾ വരുന്നു. ഇന്ന് നിന്റെ വചനത്തിന് മുമ്പാകെ ഞങ്ങൾക്ക് ഇരിപ്പാൻ ദൈവം കൃപ തന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ പ്രിയ സഹോദരനിലൂടെ കേൾപ്പിച്ച നിന്റെ ദിവ്യ വചനങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, അതിന്റെ അർത്ഥങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പുത്രൻ കർത്താവെ ഏൽക്കേണ്ടുന്ന കഷ്ടപ്പാടുകളെയൊക്കെ കർത്താവെ അത് വരച്ചു കാണിക്കുന്ന യാഗങ്ങളായി കർത്താവെ ലേവ്യ പുസ്തകത്തിൽ ഞങ്ങൾക്ക് നീ തന്നു. കർത്താവെ, അത് ഇസ്രായേലിനൊരു ചട്ടമായി, ആചാരമായി ദൈവം കൊടുത്തു. പുതിയ നിയമത്തിൽ വന്ന് എത്തി നിൽക്കുന്ന ഞങ്ങൾക്കും കർത്താവെ, ഒരു നാളും ഞങ്ങൾക്ക് മറക്കാൻ പാടില്ലാത്ത, ഞങ്ങളെന്നും ആചരിക്കേണ്ടുന്ന, ഞങ്ങളെന്നും കർത്താവെ ഓർക്കേണ്ടുന്ന കാര്യങ്ങളായി കർത്താവെ നിന്റെ പുത്രന്റെ രക്തം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ജീവൻ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. അത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ പലകമേല് കർത്താവെ എഴുതുവാൻ കർത്താവെ ഞങ്ങൾക്ക് തുടർന്നും കൃപ തരണമേ. പ്രത്യേകിച്ച് കർത്താവെ ഈ സഭയിലെ പ്രിയപ്പെട്ടവരെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ജോൺ പി സഹോദരനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. തുടർന്നും നീ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനായിട്ട് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 പ്രൈസ് ലോർഡ് ബ്രദേഴ്സ്.